ചെയ്യുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര കൊടുത്തു. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിന് നൽകുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ സാധിക്കും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിലും പകർത്താൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങളിതാ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ്. സെയിന്റ് കാത്തറിൻ മിഷൻ ലെലഹാംപ്റ്റൺ ആൻഡ് ഗ്യാപ്റ്റൺ അവതരിപ്പിക്കുന്ന വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ സാറ. പ്രായം കഴിഞ്ഞിട്ടും ഒരു ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീ സാറ. ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് കാനായിൽ നയിച്ചുകൊണ്ട് പോകാൻ സഹോദരന്മാരായ മോശയോടും അഹറോനോടും ഒപ്പം നിന്ന ധീരവനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കിടക്കുമ്പോൾ മിരിയ തപ്പെടുത്ത് നൃത്തം ചെയ്ത് എല്ലാ സ്ത്രീകളും അവളുടെ പിന്നാലെ സന്തോഷത്തോടെ കൂടി. ഡെബോറ, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ഡെബോറ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി സൈനികരോടൊപ്പം നിന്ന് ഉജ്ജ്വല വിജയം നേടി. ആ വിജയത്തിന്റെ പ്രതീകമായി ഡെബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. റൂത്തും നവോമിയും. യഹോവയോടും തന്റെ അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും നാട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ റൂത്ത് തന്റെ കഠിനാധ്വാനവും ദൈവഭക്തിയും വിശ്വാസവും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മകളാരത്നം. മറ്റു മരുമക്കൾ വീട് വിട്ടു പോയപ്പോൾ അമ്മായിയമ്മയോട് പറ്റി നിന്നുകൊണ്ട് പറഞ്ഞ നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കപ്പെടും എന്നുറച്ച നിലപാടെടുത്ത റൂത്ത് മരുമക്കൾക്കൊരു മാതൃകയാണ്. അബിഗേൽ, അതിധനികനായ നാബാലിന്റെ ഭാര്യ, ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയിൽ നിന്നും ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ തന്റെ വിവേകം കൊണ്ടും സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത അബിഗേൽ. ന്യായാധിപന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനന്റെ മുന്നിൽ തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. എസ്റ്റർ, അഹസ്രോസ് രാജാവിന്റെ ഭാര്യയായ എസ്റ്റർ തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിന്റെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്റ്റർ തന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വന്തം ജനത്തിനു വേണ്ടി രാജ്യസഭയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. ഹന്ന, ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരും ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനുമായിരുന്ന ശമീർ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും സമർപ്പണ മനോഭാവവും വിശ്വസ്തതയും ദൈവത്തിനോടുള്ള ഭക്തിയും മാതൃകയാക്കേണ്ടതാണ്. എലിസബത്ത്, യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച യോഹന്നാന് ജന്മം നൽകിയ എലിസബത്ത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമല്ലാതിരുന്നവളുമായ ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്ന പ്രവാചകി, വളരെ വയസ്സ് ചെന്നിട്ടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ദേവാലയത്തിൽ കഴിച്ച് യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകയ്ക്ക് കഴിഞ്ഞു. മാർത്തയും മരിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മേരിയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത് മറിയം. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ഒരാശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ
മഗ്ദലനാക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലനാക്കാരത്തി മറിയം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലനാക്കാരത്തി മറിയം മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറക്കരികിലെത്തിയ മഗ്ദലനാക്കാരത്തി മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റ് എന്ന സത്യമോ ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായ മഗ്ദലനാക്കാരത്തി മറിയം. സ്വർഗം കനിഞ്ഞേകിയ സമ്മോഹനമാം ദിവ്യ സമ്മാനം മറിയം. സ്വർഗം കനിഞ്ഞേകിയ സമ്മോഹനം